ഇപ്പോൾ ഫാദർ പറഞ്ഞല്ലോ പല ആളുകളെയും കൊണ്ടുവരും, അച്ഛനമ്മമാരും കൊണ്ടുവരുമ്പോഴാണ് അറിയുന്നത് ലഹരിക്ക് അടിമയാണ്. അപ്പോൾ ശരിക്കും പാരൻസ് നോക്കാണ്ടാണോ ഇങ്ങനെ എത്തിപ്പെടുന്നത്? അതിനകത്ത് അങ്ങനെയുള്ള ചുരുക്കം പേരുണ്ട്. പക്ഷേ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ മക്കളും ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നുണ്ട്. അപ്പോൾ പണ്ട് വളർത്തുദോഷം എന്ന് പറയുന്ന ഒരു ഒറ്റ ഹെഡിങ്ങിൽ ഇത് മുഴുവൻ അഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാണ് പറയും ഇവരുടെ വളർത്തുദോഷമാണ്. അല്ല, ഒരിക്കലും അല്ല. നന്നായി വളർത്തുന്ന ഗോഡ് ഫിയറിംഗ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് ഒത്തിരി പേരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് എളുപ്പമാണ്. അവർക്ക് ട്രീറ്റ്മെൻറ്റിൽ പേരൻസ് മോസ്റ്റ് പ്രോബ്ലി ദേ മേ കോപ്പറേറ്റ് വിത്ത് അസ്. നമ്മളോട് വളരെ വളരെ നമ്മളെ വിശ്വസിക്കുകയും നമ്മുടെ കൂടെ നിന്ന് ട്രീറ്റ്മെൻറ്റിന് സഹായകരമായൊരു നിലപാടെടുക്കുകയും ചെയ്യും. രണ്ടാമത് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് നടത്തും. അതുകൊണ്ട് റിക്കവറി ചാൻസ് ഈ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫാമിലിയിലുള്ള പേഷ്യൻസിന് കൂടുതൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് പേരൻസിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് മുഴുവൻ ഇങ്ങനെ എന്ന് പറയുന്നതിൽ 100% സത്യമില്ല. ചില സമയത്ത് അങ്ങനെയാണ്. പേരൻസ് ശ്രദ്ധിക്കാനില്ലാത്ത കുട്ടികൾ വളരെ വേഗം ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്ന കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നൊരു കുട്ടി, അത് പേരൻസ് രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. അമ്മയുടെ കൂടെയാണ് കഴിയുന്നതെങ്കിലും അമ്മ അത്ര ഒരു ശേഷിയില്ല, ഈ കൊച്ചിനെ വളർത്തുന്നതിൽ അത്ര ശേഷിയില്ല, ഡിസിപ്ലിൻ ചെയ്യുന്നതിൽ കഴിവില്ല. അങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണ്. ഷീ ഈസ് അബ്യൂസ്ഡ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ആ പുള്ളിക്കാരി ആ കൊച്ചിനെ 12 വയസ്സ് മുതൽ കാരിയറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെയുള്ള വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ ഇങ്ങനെയുള്ള ലോബികൾ വളരെ പെട്ടെന്ന് അവരുടെ ഗ്രിപ്പിലേക്ക് കൊണ്ടുപോവുകയും അവരെ യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വീട്ടിലെ കുട്ടികളും പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി, അല്ലെങ്കിൽ ഇതുപോലെ പാർട്ടി ഡ്രഗാണിത് പ്രധാനമായിട്ട്. അപ്പോൾ പാർട്ടിക്ക് പോയി, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പോഷർ വഴി, അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് വഴി ഒക്കെ, അല്ലെങ്കിൽ പലപ്പോഴും കാമുകന്മാർ വഴി, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ അതിനകത്തുള്ള ഫ്രണ്ട്സ് വഴിയൊക്കെ കഞ്ചാവിലും രാസലഹരിയിലും ചെന്ന് പെടുന്നു എന്നുള്ളതാണ് ഒരു സത്യം.